എടാ നീ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സൊസൈറ്റീൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നീ കറുത്തവനാണോ വെളുത്തവനാണോ എന്നുള്ള ബേസിൽ നിന്ന് ജഡ്ജ് ചെയ്യും, നീ പൊക്കോളവനാണോ ഇല്ലാത്തവനാണോ എന്നുള്ള ബേസിൽ നിന്ന് ജഡ്ജ് ചെയ്യും, നീ തടിച്ചവനാണോ അല്ലെങ്കിൽ മെലിഞ്ഞവനാണോ എന്നുള്ള ബേസിൽ നിന്ന് ജഡ്ജ് ചെയ്യും. യു ആർ ലിവിങ് ഇൻ എ സൊസൈറ്റി വെയർ യു ആർ കോൺസ്റ്റൻ്റ്ലി ബീയിങ് ജഡ്ജ്ഡ്. ഇവിടെ നീ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിനക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. അത് ഏറ്റവും ആദ്യം നീ മനസ്സിലാക്കുക. ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യം എൻ്റെ കേസിലാണെങ്കിൽ കൂടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന അവനെന്ത് വിചാരിക്കും, അവളെന്ത് വിചാരിക്കും, ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എന്നെപ്പറ്റി എന്തായിരിക്കും ഒരു ഇമ്പ്രഷൻ ഉണ്ടാകുന്നത്. മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഫ്രണ്ടിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പ്രഷനെ നോക്കി അവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ഇത് നിൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാതെ നീ ജീവിക്കുവാണെങ്കിൽ നീ ജീവിതകാലം മൊത്തവും കഷ്ടപ്പെട്ടു, നീ എവിടെ എത്താൻ പോകുന്നില്ല. ഞാൻ നിനക്ക് 100% ഗ്യാരണ്ടി ആയിട്ട് പറയുക. കാരണം ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും ആദ്യം ഈ യൂട്യൂബും സാധനവും കണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വെച്ചാണ് ഞാൻ പറയുന്നത്. ഈ കണ്ടന്റ് ക്രിയേഷൻ ഓൺലൈനിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുക അതെന്ന് പറയുന്നത് ഏറ്റവും എംബാരസിങ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിനക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നവരെന്ത് വിചാരിക്കും, കൂട്ടുകാരെല്ലാവരും കാണും, എല്ലാവരെയും ബ്ലോക്ക് ചെയ്തേക്കാം അല്ലെങ്കിൽ എന്നിട്ട് തുടങ്ങാം. ഞാൻ ആ സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും ആദ്യത്തെ ചാനൽ തുടങ്ങിയപ്പോൾ അതും ഇംഗ്ലീഷ് ചാനലും കൂടെ, ഇംഗ്ലീഷിൽ മോട്ടിവേഷണൽ കണ്ടന്റ് ഫേസ് കാണിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ +1 പഠിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. +1 സ്കൂൾ റീഓപ്പൺ ചെയ്ത് ഞാൻ ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്കും ഞാനിതിൽ അതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ പേജ് തുടങ്ങുന്നത്. വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ കുറച്ച് കൂട്ടുകാർ കണ്ട് ഒരുത്തൻ കണ്ട് എല്ലാ ഗ്രൂപ്പിലും ഇട്ട് അത് മൊത്തം കാണിച്ച് ഞാൻ ക്ലാസ്സിലൂടെ കയറി ചെല്ലുമ്പോഴേ എന്നോട് ചുറ്റും വന്നെന്ന് എല്ലാവരും ചോദിക്കുന്നതാണ്. അത് ആ ഒരു ടൈമിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഇപ്പോഴത്തെ ഇപ്പം കാണുന്ന എൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡല്ല എനിക്ക് ആ സമയത്ത്. എനിക്ക് ആ സമയത്ത് ഭയങ്കര നാണക്കേടും സാധനം എല്ലാം ഉണ്ട്. എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്നൊക്കെയാണ് കാണിക്കുന്നത്, എന്ത് ക്രിഞ്ചത്തരമാണ് കുപ്പം നിർത്തിയിട്ട് പോകുന്നതിൻ്റെ ഒപ്പം നടക്കുന്നത് തന്നെ നാണക്കേടാണ്. ആ ഒരു രീതിയിൽ നല്ല രീതിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ ഞാൻ നിർത്താൻ റെഡിയായില്ല. ഞാൻ ആ സാധനം കണ്ടിന്യൂ ചെയ്തു. ആ ഒരു ഇത് പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് വന്ന് ഈ സാധനം പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറി. അതായത് അതിൻ്റെ ഇടക്ക് എൻ്റെ കുറേ നല്ല രീതിക്ക് നിന്ന ഫ്രണ്ട്ഷിപ്പും സാധനം എല്ലാം അങ്ങനെ പോയിട്ടുണ്ട്. അത് ഈ ഒരു സാധനം ഞാൻ തുടങ്ങിയതിൻ്റെ പേരിൽ അങ്ങനെ എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സിനെ പോയിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഏറ്റവും ട്രൂ ആയിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സിനെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ എനിക്ക് ഏറ്റവും ഇതായിട്ട് മനസ്സിലായ ഒരു കാര്യം ഇത്, നീ മറ്റുള്ളവരുടെ ആ ഒരു ജഡ്ജ്മെൻറ്റ് നോക്കി നീ മറ്റുള്ളവർ പറയുന്ന ആ ഒരു അവരുടെ രീതിക്ക് നീ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ലൈഫിൽ ഒരു കൺട്രോൾ ഉണ്ടാകത്തില്ല. നീ ജസ്റ്റ് മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്നെ പറ്റി എന്തായിരിക്കും പറയാൻ പോകുന്നത്, അവരെന്നെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ ഞാൻ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, ഈ ഒരു സാധനമൊക്കെ നിൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാതെ അത് മാത്രം ഫോക്കസ് ചെയ്ത് അതിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ നീ ജസ്റ്റ് അവരുടെ മനസ്സിലെ ചിന്തകൾ കടിമപ്പെട്ട് കിടക്കുന്നൊരു ആ ഒരു രീതിയിൽ മാത്രമാണ് നിൻ്റെ ലൈഫ് നീ ജീവിച്ച് തീർക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ബേസിക്കായിട്ട് നിൻ്റെ അടുത്ത് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, നീ എന്തെങ്കിലും ചെയ്താലും ഇല്ലെങ്കിലും ഈ സൊസൈറ്റിയിൽ നിനക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും. ഞാനീ പറഞ്ഞ പോലെ നീ ഇപ്പോൾ ജീവിക്കുന്ന ഈ സൊസൈറ്റിയിൽ നീ എന്തെങ്കിലും ചെയ്തോ, നീ സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിനക്ക് ആ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകും. മറ്റുള്ളവർ നിന്നെ കണ്ടു കഴിഞ്ഞാൽ നീ കാണിക്കുന്ന ഓരോ സാധനത്തിനും നിന്നെ വിലയിരുത്താൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു സാധനം. ഇപ്പം ഞാൻ നിനക്ക് അതിനൊരു എക്സാമ്പിൾ തരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നീ കൂടെ പുറത്തു പോകാമെന്ന് വെച്ചു, നമ്മൾ കാറിലാണ് പോകുന്നത്. കാറിൽ പെട്രോൾ തീരാറായപ്പോഴത്തേക്കും പെട്രോൾ അടിക്കാൻ നീ ഒരു പെട്രോൾ പമ്പിൽ കൊണ്ട് വണ്ടി നിർത്തുമ്പോഴത്തേക്കും നിൻ്റെ സൈഡിൽ വേറൊരു 1.5 കോടി 2 കോടീൻ്റെ ഒരു വണ്ടി, അതിൻ്റെ സൈഡിൽ ഏതെങ്കിലും ഒരുത്തൻ ഒരു ബ്ലാക്ക് സ്യൂട്ടും സാധനം എല്ലാം ഇട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് അതിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ മനസ്സിൽ ആദ്യം വരാൻ പോകുന്ന അവൻ നല്ലൊരു ബിസിനസ്മാൻ ആയിരിക്കും, അവൻ സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ്മാൻ ആയിരിക്കും, അവൻ പൈസ ഉള്ളവനായിരിക്കും, അവൻ റിച്ച് ആയിരിക്കും. ഇവനും ചിലപ്പോൾ അവൻ്റെ വണ്ടി അല്ലെങ്കിൽ കൂടെ അവൻ്റെ ആ ഒരു ഡ്രസ്സിങ്, അവൻ്റെ ആ ഒരു ഓവറോൾ അപ്പിയറൻസ് വെച്ചിട്ട് അവൻ്റെ ആ ഒരു ഓവറോൾ ലൈഫ് എങ്ങനെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുവരെ നമ്മൾ അവിടെ ജഡ്ജ് ചെയ്തെടുക്കും. അതാണ് ആ ഒരു സൊസൈറ്റീൻ്റെ റിയാലിറ്റി, അതാണ് മനുഷ്യരുടെ മനസ്സിൽ ആ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. അതിപ്പോൾ അതേപോലെ തന്നെ നീ വേറൊരുത്തനെ കാണുമെന്ന് വെച്ചു, ഭയങ്കര ലൂസായിട്ടുള്ള ഔട്ട്ഫിറ്റ്, മൊത്തത്തിൽ ഒരു ഭയങ്കര ലൂസായിട്ടുള്ള ടീഷർട്ട്, ഭയങ്കര ലൂസായിട്ടുള്ള ഒരു പാൻറ്റ്, മൂക്കും കുത്തി കാതും കുത്തി മുടിയിൽ കുറേ കളർ പിടിച്ച് അങ്ങനെ നടക്കുന്ന ഒരുത്തനെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിൽ ആദ്യം വരാൻ പോകുന്ന അവൻ വെറും ചപ്പിരിയ, അവൻ വെറും മാണമായിട്ട് നടക്കുന്ന വെറൊരു പാഴാണ്, ലോക്കലായിട്ട് നടക്കുന്നത്. ആ ഒരു ഇതേ വരത്തുള്ളൂ. കാരണം മനുഷ്യരുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഒരുത്തനെ കാണുമ്പോഴത്തേക്കും അവനെ ജഡ്ജ് ചെയ്യും, അവനെന്തെങ്കിലും ചെയ്യുവാണോ ചെയ്തില്ലേ ഒന്നും മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. നീ ഈ ലോകത്ത് ജഡ്ജ്മെൻറ്റിനെ പേടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റാൻ പോകുന്നില്ല. നിൻ്റെ ലൈഫ് നീ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് കംപ്ലീറ്റ് നീയാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിന്നെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞതല്ല. ഏറ്റവും ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കും, നിൻ്റെ ലൈഫിൽ നീ എങ്ങനെയുള്ളവനാണെന്ന് തീരുമാനിക്കാൻ പോകുന്നത് നീ ഇപ്പം എങ്ങനെയാണ് നിൽക്കുന്നതെന്നുള്ളത് വെച്ചിട്ടല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ചിലപ്പോൾ നീ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്, നീ മെലിഞ്ഞിരിക്കുമായിരിക്കും, നീ ചിലപ്പോൾ ഒന്നും ചെയ്യുന്നുണ്ടാകില്ല, ചിലപ്പോൾ നീ തടിയനായിരിക്കും, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആട്ടെ, നിനക്ക് പൈസ ഉണ്ടാകത്തില്ല,
നീ ഭയങ്കര ഫക്ഡപ്പ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും നിൻ്റെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിൻ്റെ ജീവിതം എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ പോകുന്നത് നീ ഇപ്പം എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ള വെച്ചിട്ടല്ല, നീ നിൻ്റെ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു. നിൻ്റെ ഫ്യൂച്ചറിൽ നീ എന്താണോ ചെയ്യാൻ തീരുമാനിക്കുന്നത് അതിനെ വെച്ചിട്ടാണ് നിൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത്. നിൻ്റെ ഫ്യൂച്ചറിൽ നിനക്ക് ഈ ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് കിടക്കാൻ പറ്റത്തില്ല. നിൻ്റെ സൊസൈറ്റിയിൽ നിൻ്റെ ചുറ്റുമുള്ള ഏത് കോപ്പം വന്ന് നിൻ്റെ അടുത്ത് നിനക്ക് പറ്റത്തില്ല. നീ ബാക്കിയുള്ളവർ വഷളാക്കുവാണ്, നീയൊക്കെ ഇങ്ങനെ നശിക്കാനുള്ളവനാണെന്ന് പറയുമ്പോഴും എനിക്കൊരു ഇതുമില്ല, ഞാൻ നന്നാണോ എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നാകും. ആ ഒരു ഡിസിഷൻ നീ എടുത്ത് നീ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, നീ നിൻ്റെ ആ ഒരു അഡിക്ഷൻ മാറ്റാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിൻ്റെ ഫ്യൂച്ചർ ഈ മറ്റുള്ളവന്മാർ നിന്നെ ഇപ്പോൾ നശിച്ചവനായിട്ട് കാണുന്ന ആ ഒരു ഇതിലല്ല പോകാൻ പോകുന്നത്. നീ നിൻ്റെ ചുറ്റുമുള്ള എല്ലാവന്മാരെക്കാളും ഇതായിട്ട് ഗ്രോ ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇപ്പം നിൻ്റെ അടുത്ത് പൈസ ഇല്ല, നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല, നിൻ്റെ ചുറ്റുമുള്ള എല്ലാവരും പറയുമ്പോഴും എനിക്കത് ചെയ്യാൻ പറ്റും, ഞാൻ പൈസ ഉണ്ടാക്കുന്നത് ഇവിടെ ഈ പറഞ്ഞവന്മാരെല്ലാത്തിനേയും കാണും ഞാൻ സമ്പാദിക്കുന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വെച്ച് നീ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നവന്മാർ പറയുന്ന ആ ഒരു രീതിയിലല്ല നിൻ്റെ ലൈഫ് പോകാൻ പോകുന്നത്. നീ തീരുമാനിക്കുന്നത് എങ്ങനെയാണോ, നിൻ്റെ മനസ്സിൽ നീ എന്ത് ഡിസൈഡ് ചെയ്യുന്നു, നീ എന്ത് തീരുമാനിക്കുന്നു, അതിനെ വെച്ച് മാത്രമാണ് നിൻ്റെ ഫ്യൂച്ചർ ഇരിക്കുന്നത്. ഇപ്പം നീ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ നിൻ്റെ ചുറ്റുമുള്ളവർ എന്താ പറയുന്നതെന്ന് വെച്ചോ നിൻ്റെ ഫ്യൂച്ചറിന് ഒരു രീതിയിലും ആ ഒരു ഇതില്ല. പക്ഷെ ഇപ്പം നിൻ്റെ ചുറ്റുമുള്ളവർ പറയുന്ന വെച്ചും ഇപ്പം നീ കിടക്കുന്ന ആ ഒരു അവസ്ഥ വെച്ചും നീ നിന്നെ തന്നെ ലിമിറ്റീവാണ്. എന്നെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ, എനിക്കിത് കൂടുതലൊന്നും പോകാനില്ല, ഇതാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ ലൈഫ് അവിടെ കഴിയും. നിനക്ക് വേറെ എങ്ങും മുന്നോട്ട് കയറാൻ പറ്റാൻ പോകുന്നില്ല, നിനക്ക് ആ കുഴിയിൽ നിന്ന് പൊങ്ങി വരാൻ പറ്റാൻ പോകുന്നില്ല. സോ നിൻ്റെ ലൈഫ് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നിൻ്റെ കയ്യിലിരിക്കുന്നത്. ഇനി ആ ഒരു ചോയ്സ് എടുക്കണം നീ. ഒന്നെങ്കിൽ നിനക്ക് ഇനിയും അവനെന്ത് വിചാരിക്കും, ഇവനെന്ത് വിചാരിക്കും, അങ്ങനെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തി അവരുടെ സന്തോഷത്തിന് അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് വേണ്ട സാധനങ്ങളെല്ലാം സാക്രിഫൈസ് ചെയ്ത് അവരെ കാണിച്ച് ജീവിക്കാം. അല്ലെന്നാണെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്കൊരു കൂപ്പില്ലെന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കി നിൻ്റെ ആഗ്രഹത്തിന് നിനക്ക് ഇഷ്ടമുള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് ദ ചോയ്സ് ഈസ് യുവേഴ്സ്.